നമസ്കാരം. ചില ജീവികളുണ്ട്, അവർക്ക് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയാലേ നിലനിൽപ്പുള്ളൂ. അവരെ നാലാൾ അറിയണമെങ്കിൽ അങ്ങനെ നിലയും വിലയുമുള്ള ആളുകളെ കുറ്റപ്പെടുത്തണം, അത് വാർത്തയായി വരണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കണം. അതായത് ഈ നിലയും വിലയുമുള്ള ആളുകളുടെ ചോര കുടിച്ചല്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ അട്ടയെ പോലെയാണ്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ സമയങ്ങളിൽ പാണക്കാട് കുടുംബത്തെ കുറിച്ച് പറഞ്ഞു, മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു, മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ ആരും അംഗീകരിക്കില്ല, ആർക്കും ഇയാളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. പക്ഷെ ഇയാൾക്ക് വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലും കുറ്റപ്പെടുത്തി പറയണം. അങ്ങനെ വരുമ്പോൾ തെറി പറഞ്ഞിട്ടാണെങ്കിലും ഒരു പബ്ലിസിറ്റി കിട്ടും. അതേ രീതിയിൽ തന്നെയാണ് ശശികലയും പ്രവർത്തിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് എന്ന് പറഞ്ഞ് ആ ഒരു വിഭാഗത്തിന് ഇവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ ഇവർക്ക് വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം. നല്ലതും വല്ലതും ചെയ്തിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു ഗുണവും ഇവരെ കൊണ്ട് സമുദായത്തിനോ സമൂഹത്തിനോ ഇല്ല. എന്നാൽ ഇവർക്ക് ആളായി നിൽക്കണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നോളജ് സിറ്റിയെ കുറ്റപ്പെടുത്തുന്നു. അതിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ശശികല ഇപ്പോൾ പുതിയ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നോളജ് സിറ്റി പൊളിക്കണം എന്നുള്ളതാണ് ശശികലയുടെ ആഗ്രഹം. ഈ നോളജ് സിറ്റി പണിതിട്ടുള്ളത് ഒരു രേഖയും ഇല്ലാതാണത്രേ. 2 പാലങ്ങൾ പണിതിട്ടുണ്ട്, ഒരുപാട് കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. അവിടെ ഒരു രേഖയും, സർക്കാർ രേഖയും ഇല്ലാതെ, സർക്കാരിന്റെ ഒരുവിധ അനുമതിയും ഇല്ലാതെയാണ് കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത് എന്നുള്ളതാണ് ശശികലയുടെ ആരോപണം. ഈ ശശികലയുടെ അനുയായികൾ കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ SYS സാന്ത്വനം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിനെതിരെ ഒരു പരാതി കൊടുത്ത് ആ സംവിധാനത്തിന്റെ പ്രവർത്തനം അവർ തൽക്കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വാന്തനം മഹൽ എന്ന് പറയുന്ന പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു, ക്യാൻസർ വാർഡിൽ ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് വാങ്ങി കൊടുക്കുന്നു. ആശുപത്രിയിലേക്ക് വരാനും ആശുപത്രിയിൽ നിന്ന് പോകാനും ഒന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, കൊണ്ട് ആക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഈ അപകട മരണമൊക്കെ സംഭവിച്ച് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്ന ചില മൃതദേഹങ്ങളുണ്ട്. ഉറ്റവരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് ഭയമാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള മൃതദേഹങ്ങളെ പരിപാലിക്കുക എന്നുള്ളതാണ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സാന്ത്വനം മഹൽ എന്ന് പറയുന്ന പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SYSന്റെ സാന്ത്വനം പ്രവർത്തകർ നടത്തി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട്, ആ മനുഷ്യന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, സംഘപരിവാർ സംഘങ്ങൾ കൂട്ടം കൂടി നിന്ന് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു. ഈ മനുഷ്യന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് മെഡിക്കൽ കോളേജിലാണ്, തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഒരു മൃതദേഹം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ്. അത്രമാത്രം ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ മനുഷ്യൻ ഏറ്റിട്ടുണ്ട്. തലക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ ആകമാനം മുറിവുകളാണ്. പല സ്ഥലങ്ങളിലും ഞരമ്പുകളൊക്കെ പൊട്ടി രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അത് തുറന്നു പറഞ്ഞു, ഇതുപോലെ മർദ്ദനമേറ്റിട്ടുള്ള ഒരു മൃതദേഹം ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അത്രമാത്രം 40ഓളം പരിക്കുകളുണ്ട് ശരീരത്തിൽ. ആ പരിക്കുകൾ തന്നെയാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ മനുഷ്യന്റെ മൃതദേഹം പുതയ്ക്കാൻ ഒരു തുണ്ട് തുണി കൊടുത്തു. ഇവിടെ സാന്ത്വനം മഹൽ എന്ന് പറയുന്ന ആ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SYSന്റെ സാന്ത്വനത്തിന്റെ പ്രവർത്തകർ ഈ തുണി കൊടുത്തതിന്റെ പേരിൽ തൊട്ടടുത്ത ദിവസം SYS സാന്ത്വനം എന്ന് പറയുന്ന സംഘടന പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലപ്പള്ളി താലൂക്ക് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ പരാതി കൊടുത്തു. അതിന്റെ ഭാഗമായി ആ സംഘടനയുടെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന പ്രവർത്തനങ്ങളെ എതിർക്കുക, അത് തടയുക, അത് തടഞ്ഞുകൊണ്ട് ആളാവുക, അത്തരത്തിൽ ആളായിക്കൊണ്ട് ഇവിടെ വാർത്തകളിൽ ഇടം പിടിക്കുക, അങ്ങനെ ആളാകാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർക്കും ചെയ്യാം, ആരും തടയില്ല. ആരോരുമില്ലാത്ത ഒരു മനുഷ്യൻ മരിച്ചാൽ അല്ലെങ്കിൽ ആ മനുഷ്യനെ തല്ലിക്കൊന്നാൽ അവിടെ ഇടപെടാം. അവർക്ക് വേണമെങ്കിൽ ആ മൃതദേഹം പരിപാലിക്കാം. ഇതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവിടെ സാന്ത്വനം മഹലിന് കീഴിൽ പ്രവർത്തിക്കുന്ന SYS സാന്ത്വനം പ്രവർത്തകർ ജാതിയോ മതമോ നോക്കിയിട്ടല്ല ഈ മൃതദേഹങ്ങൾ പരിപാലിക്കുന്നതും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. എല്ലാ വിഭാഗം ആളുകൾക്കും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്.
കഴിഞ്ഞ കോവിഡ് കാലത്ത് അതിന്റെ ഒരു രൂക്ഷമായ ഒരു സമയത്ത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുടെ മൃതദേഹം പോലും പരിപാലിച്ച് സംസ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഈ സാന്ത്വന മഹൽ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SYS സാന്ത്വനത്തിന്റെ പ്രവർത്തകർ. ആ പ്രവർത്തനത്തിനാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ശശികലയുടെ അനുയായികൾ തടസ്സം നിന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഗുണം പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ ആളാകാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ശശികലയും ശശികലയുടെ അനുയായികളും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. നല്ലത് പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ഇവർ കുറ്റം പറയുകയാണ്, കാന്തപുരത്തെ കല്ലെറിയുകയാണ്. കാന്തപുരം ആകട്ടെ ഇത്തരക്കാരെ തിരിഞ്ഞൊന്ന് നോക്കാനോ അല്ലെങ്കിൽ അവരോട് മറുപടി പറയാനോ തയ്യാറാകുന്നില്ല. പുഞ്ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹത്തിന്റെ ആ ദൗത്യത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരക്കാരെ സഹായിക്കുക, അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾ മരിച്ചാൽ അവരുടെ മൃതദേഹം പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുക, പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പള്ളികളുടെ പ്രവർത്തനം, പള്ളി പണിയുക, ആളുകൾക്ക് നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് മർക്കസ്. എന്നാലും കാന്തപുരത്തെ കല്ലെറിഞ്ഞാൽ അതിന്റെ ഭാഗമായി കുറച്ചാളുകളുടെ ഭാഗത്ത് നിന്ന് കയ്യടി കിട്ടും. കുറച്ചാളുകൾ വാർത്തയിൽ ഇവരെ അനുകൂലിച്ച്, വാർത്തയൊക്കെ വന്നാൽ ഇവരെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശശികലയും ശശികലയുടെ അനുയായികളും കാന്തപുരത്തിനെതിരെ കല്ലെറിയുകയാണ്. കാന്തപുരത്തെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ മർക്കസ് നോളജ് സിറ്റിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും ഇവറ്റകളെ കൊണ്ട് വല്ല ഗുണവുമുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വല്ല ഗുണവുമുണ്ടോ? 10 പൈസയുടെ സഹായം ഇവർ ചെയ്തതായി നമുക്ക് എവിടെയും വാർത്ത കാണാൻ കഴിയില്ല. ഒരാളെയും സഹായിക്കില്ല, ഒരാൾക്കും ഒരു ഗുണവുമില്ല. ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗം എല്ലാവർക്കും വേണ്ടപ്പെട്ട ചില ആളുകളെ കുറ്റപ്പെടുത്തി അതിന്റെ ഭാഗമായി ആളാകാൻ ശ്രമിക്കുന്നു എന്നതാണ് ശശികലയുടെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളുടെയും നാക്കിൽ നിന്ന് വരുന്ന ചില വാക്കുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെ പൊതുസമൂഹം അത് മനസ്സിലാക്കണം. നേരത്തെ കാന്തപുരത്തിന്റെ കീഴിലുള്ള SYS സാന്ത്വനം എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനത്തെയാണ് ഇവർ തടസ്സപ്പെടുത്തിയത് എങ്കിൽ ഇപ്പോൾ നോളജ് സിറ്റിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരക്കാരെ പൊതുജനം തിരിച്ചറിയണമെന്ന് മാത്രമാണ് എനിക്ക് ഒരിക്കൽ കൂടെ ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.